വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടർബോ ജോസിൻ്റെ കഥയാണ്. ജസ്റ്റ് ഇപ്പം പടം കണ്ടിട്ട് ഞാനിപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എന്തോ നമുക്ക് കിളി പോയതുപോലുള്ളൊരു ഇതാണ് എൻ്റെ ഇപ്പോഴും നോർമലായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാഖിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ മമ്മൂക്ക കമ്പനി ചെയ്തെടുത്ത പടമാണ് ടർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത. എന്താണ് പറയേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ്, ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിലാണോ അതോ ആ ഫൈറ്റിംഗ് നടക്കുന്ന ആ ഏരിയ സ്പോട്ടിലാണോ എന്നുള്ളത് തന്നെ എനിക്കൊരു സംശയം. കുറച്ച് നേരത്തേക്ക് ആർക്കും ഒരു അനക്കമില്ലായിരുന്നു. ആ കാർ ചേസിങ് രംഗങ്ങളൊക്കെ എന്ത് ദൈവമേ, എന്താണ് പറയാൻ വയ്യാത്തത്, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വൈശാഖിൻ്റെ സംവിധാനത്തിൽ പിറന്ന ഇത് പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ രസിപ്പിക്കുകയും ചെയ്യും, കരയിപ്പിക്കുകയും ചെയ്യും. നല്ല ഫൈറ്റിംഗ് സീക്വൻസുകളൊക്കെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. ഫൈറ്റിംഗ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അതൊന്നും പറയാനേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെല്ലാവരും കുടുംബമായിട്ട് പോയി കാണാവുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കാണിക്കാൻ വയ്യാത്തതായിട്ടുള്ള അങ്ങനെയുള്ള രംഗങ്ങളൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയാണ്. മമ്മൂക്കയുടെ ആ 73-ാമത്തെ വയസ്സിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ നിങ്ങളെല്ലാവരും ഈ പടം തന്നെ പോയി കാണണം. പടം അടിപൊളിയാണ്. നമ്മൾ കൊടുത്ത പൈസയുടെ മുകളിലാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരും, പക്ഷേ ഒരു രക്ഷയില്ല. ബിന്ദു പണിക്കറുണ്ട്, പിന്നെ നമുക്ക് ഒരു തെലുങ്ക് ആക്ടറുണ്ട്, എനിക്ക് പേരറിയത്തില്ല, പിന്നെ വില്ലൻ. എല്ലാവരും അവരവരുടെ റോളുകൾ അവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ അതുകൂടാതെ മമ്മൂട്ടിയെ ഈ ഫൈറ്റിംഗ് സീക്വൻസ് കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. കാറിൻ്റെയൊക്കെ നമ്മൾ ഈ ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇരുമ്പലുണ്ട്, ഒരു അതൊക്കെ ഒരു പ്രത്യേക നമുക്കൊരു വെറൈറ്റി ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈറ്റിംഗ് സീക്വൻസ് എന്താണ് ഞാൻ പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ളൊരു അടിയുണ്ട്, പിന്നെ അവസാനത്തെ ഒരു അടിയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ലാഗിങ് ഒന്നുമില്ല. ഇതിനകത്ത് ആദ്യം മുതലേ നമ്മളെ ബിസിയാക്കിയിട്ടാണ്. പിന്നെ നമുക്ക് രസിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമാശകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഒത്തുചേർന്ന്, അതായത് നമ്മൾക്ക് നല്ലൊരു ഡിന്നർ, എല്ലാം ചേർന്ന ഒരു ഡിന്നർ എന്ന് പറയും. നമ്മൾക്ക് ഇതിൻ്റെ ഒരു കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് പൈസ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ധരിച്ചാൽ മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നമ്മളതിനെ കീറി മുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നും ഒന്നും പറയാനില്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കഥ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും എതിർപ്പുകളോ അല്ല വൈരാഗ്യമോ ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ കീറി മുറിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് രസിച്ചു, നിങ്ങൾക്കും രസിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി